എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണ എന്റെ മുരിങ്ങ മരത്തിന്റെ അടുത്താണ്. അപ്പൊ 3 മാസം മുമ്പാണ് നമ്മ മുരിങ്ങാക്കായൊക്കെ വിളവെടുത്തത്. ഇപ്പൊ കണ്ട വീണ്ടും നിറച്ച് മുരിങ്ങാക്കായ ഉണ്ടായേക്കണേണ്. ഇപ്പൊ ഇതുപോലെ നിറച്ച് പൂവ് ഇട്ടിട്ടുണ്ട്, കായുണ്ട്. കണ്ട ഇതൊക്കെ നമുക്കിപ്പോ കായ ആയിട്ടുണ്ട്, ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ ഫ്ലവർ ചെയ്തതിന്ന് ചെറിയ മുരിങ്ങാക്കായ ഉണ്ടായേക്കണണ്ട. പിന്നെ ഇഷ്ടം പോലെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കണ്ട എല്ലാ കൊമ്പും പൊക്കത്തെ എല്ലാ കൊമ്പും നന്നായിട്ട് ഫ്ലവർ ചെയ്തേക്കണേണ്. ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ മുരിങ്ങക്കായ കണ്ട ആയിക്കൊണ്ടിരിക്കണേണ്. അപ്പൊ നമുക്ക് വർഷം മുഴുവനും മുരിങ്ങക്കായ ഉണ്ടാവുന്ന ഒരു മുരിങ്ങ മരമാണ്. പിന്നെ നമ്മ ഒരുപാട് പേർക്കാണ് ഇതിന്റെ കമ്പും വിത്തൊക്കെ അയച്ചു കൊടുത്തത്. അപ്പൊ ഒരുപാട് പേര് വിത്ത് ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മ ഒരുപാട് അന്നത്തേയില കണ്ട നമ്മ വിത്തിനൊക്കെ ഇട്ടിട്ടുണ്ടായി. അതിപ്പോ ഉണങ്ങി കിടക്കണേണ്. അപ്പൊ നമ്മ ഒരുപാട് പേർക്ക് ഇതിന്റെ കമ്പും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ ഒരു മുരിങ്ങ മരം ഉണ്ടെങ്കിൽ നമുക്ക് വർഷം മുഴുവനും നമുക്ക് മുരിങ്ങാക്കായ വിളവെടുക്കാം. അപ്പൊ മുരിങ്ങ നട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മുരിങ്ങാക്കായ മാത്രമല്ല മുരിങ്ങയുടെ ഇലയും പൂവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാമല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുരിങ്ങ എന്ന് പറഞ്ഞാല് മുരിങ്ങയുടെ എല്ലാ ഇതും ഔഷധ ഗുണമുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ മുരിങ്ങക്ക് ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുരിങ്ങക്ക് നമ്മ നനച്ചൊന്നും കൊടുക്കാറില്ല, ചാരം ഇട്ട് കൊടുക്കോട്ടെ. കണ്ട ചാരം നമ്മ നന്നായിട്ട് ഇട്ട് കൊടുക്കും തടത്തില്. പിന്നെ നമ്മ കൽപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണത്, വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല മുരിങ്ങക്ക്. പിന്നെ നമ്മ കൊറേ നമ്മ മുരിങ്ങക്കായ ഉണ്ടായി കഴിയുമ്പോ ആ മുരിങ്ങക്കായ ഉണ്ടാവണ കമ്പ് നമ്മ കട്ട് ചെയ്ത് മാറ്റും. അപ്പൊ കട്ട് ചെയ്ത് മാറ്റുമ്പോ വീണ്ടും പുതിയ ചെനപ്പ് വരുമ്പോ കണ്ട നമുക്ക് താഴേന്ന് വരെ നമുക്ക് മുരിങ്ങക്കായ പറിക്കാണ്ട. ഈ ചെറിയ ചെനപ്പില് വരെ മുരിങ്ങക്കായാണ്. പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മ മുരിങ്ങ നടാനായിട്ട്. പിന്നെ നന ഒട്ടും തന്നെ വേനൽക്കാലത്ത് നമ്മ നന ഒട്ടും തന്നെ കൊടുക്കണ്ട. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം നോക്കി വേണം നമ്മ മുരിങ്ങ നടാനായിട്ട്. അപ്പൊ ഇതേപോലെ നമുക്ക് വർഷം മുഴുവൻ നമുക്ക് മുരിങ്ങക്കായ വിളവെടുക്കാം. അപ്പൊ ഇത് കണ്ടില്ലേ നമ്മുടെ മുരിങ്ങക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായ ഉണ്ടാ. നമുക്ക് ഇതിന്റെ ഇലയും നല്ല ടേസ്റ്റിയാണ്, കായും നല്ല ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ കൈ എത്തിച്ച് പറിക്കണ രൂപത്തിൽ നമ്മ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തണ ആരം കണ്ട നമുക്കിത് കൈ എത്തിച്ച് പൊട്ടിക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട്. ഞങ്ങൾക്ക് മുരിങ്ങക്കായ താഴെ തന്നെയാണ് എല്ലാം കാഴ്ച എടുക്കണണ്ട. നമ്മുടെ മുരിങ്ങമരം ഇങ്ങനെ ചാന് നമ്മ കമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പൊ കട്ട് ചെയ്ത് കൊടുക്കുമ്പോ കണ്ട ഇതേപോലെ ഈ അറ്റത്തൊക്കെ പുതിയ ചെനപ്പ് വന്നിട്ട് അറ്റത്തൊക്കെ ഇതേപോലെ നിറച്ച് കായാണ് ഉണ്ടായേക്കണുണ്ട്. നല്ല നീളമുള്ള മുരിങ്ങക്കായാണ്, ചെറിയ മുരിങ്ങക്കായ ഒന്നല്ല, നല്ല നീളമുള്ള മുരിങ്ങക്കായ തന്നെയാണ് നമ്മള് കണ്ട. ഇതേപോലെയൊക്കെ എല്ലാവരും മുരിങ്ങ നട്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ചാരം നന്നായിട്ട് തടത്തിൽ ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതേപോലെ നമുക്ക് എപ്പോഴും നമുക്ക് മുരിങ്ങക്കായ പറിച്ചെടുക്കാം. പിന്നെ സ്ഥലം ഇല്ലാത്തവർക്ക് മുരിങ്ങയൊക്കെ നമുക്ക് ഡ്രമ്മിലും നട്ടുകൊടുക്കാം കേട്ടാ. ഇപ്പൊ ടെറസിലൊക്കെ നടണവർക്ക് ഒരു മുരിങ്ങ നമ്മുടെ ആവശ്യത്തിനുള്ള ഇലയും കായൊക്കെ കിട്ടും. ഡ്രമ്മിലൊക്കെ നട്ടുകൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിനുള്ള മുരിങ്ങക്കായ നമുക്ക് അതിൽ നിന്ന് കിട്ടും. സ്ഥലം ഇല്ലെന്ന് വിചാരിച്ചാൽ ആരും മുരിങ്ങ ഒന്നും നടാണ്ടിരിക്കേണ്ട. നമുക്ക് ഡ്രമ്മിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയത് തന്നെയാണ് മുരിങ്ങ. അപ്പൊ ഡെയിലി നമ്മുടെ ആവശ്യത്തിന് ഇതിന്ന് മുരിങ്ങക്കായ വിളവെടുക്കണേ. അതുകൂടാണ്ട് ഈ തവണ നമ്മ ഒരുപാട് കടയിലൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായി മുരിങ്ങക്കായ. അപ്പൊ നമുക്ക് കണ്ട നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണ്ട. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കണ്ട ഇതേപോലെ പൊട്ടിച്ചെടുക്കാം. ഇതൊക്കെ നല്ല എളുപ്പം കണ്ട നല്ല എളുപ്പം മുരിങ്ങക്കായാണ്. കാണുമ്പോ വിചാരിക്കും ഇത് മൂത്തതാണ്, നല്ല എളുപ്പത്തിലുള്ള മുരിങ്ങക്കായാണ് കണ്ട. അപ്പൊ നമുക്ക് ഇത് നല്ല ഇതേപോലെ വണ്ണം വെക്കണതുമാണ്, നല്ല നീളം വെക്കണതുമായ മുരിങ്ങക്കായ ഉണ്ടാ. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഒരു മുരിങ്ങ എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിച്ചു. പിന്നെ ഒരു പരിചരണവും വേണ്ടാത്താണ് മുരിങ്ങ. നമ്മ മറ്റുള്ള മരങ്ങളൊന്നും പോലെയല്ലോ, ഒരു പരിചരണവും ആവശ്യമില്ല മുരിങ്ങക്ക്. നമ്മ നട്ട് കൊടുത്താൽ മാത്രം മതി, വളവും വേണ്ട വെള്ളവും വേണ്ട. അപ്പൊ എല്ലാവരും വീട്ടിൽ ഒരു മുരിങ്ങയുടെ മരമൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.